ശരിക്കും എന്താ പേര്? അയ്യോ ഞാൻ തന്നെ സങ്കടപ്പെട്ടു. ഇത്രയും മോശമായിട്ട് എന്റെ പേര് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. പേര് പവനായി. ഈ കുട്ടികളെയൊക്കെ കുത്താൻ അങ്ങനെ പവനായി ശവമായി. നിങ്ങളാണല്ലേ ഗോപാലൻ? ഭാരത സർക്കാരിന്റെ കൃഷി മന്ത്രാലയത്തിൽ ഗോപാലൻ പോയിട്ടുണ്ടോ ഗോപാല? ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏയ് ചോദ്യോത്തര പങ്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നോളൂ. നമസ്കാരം. Luna's Comedy Super Night powered by Gopu Nandula Gmat co-presented by Kindly GMT Streetbusലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം നമുക്ക് നമ്മളെ സുരാജേട്ടന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം അല്ലേ? വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം Luna's Comedy Super Nightന്റെ വേദിയിലേക്ക് സുരാജ് വെഞ്ഞാറമൂർ. നമസ്തേ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെ? നല്ല എനർജി കൊടുത്തോണ്ടെന്ന് പറഞ്ഞേ. സുഖാണോ? എനിക്ക് വയ്യ. ഇതെന്താ ഇത്? ദേവിക ഈ നിൽക്കുന്ന കോലം കണ്ടത് എന്താ സുന്ദരി. സത്യം, ഓരോ എപ്പിസോഡ് കഴിയും തോറും ഇങ്ങനെ ഡ്രസ്സിങ്ങിലും അതുപോലെ തന്നെ മുഖ സൗന്ദര്യമൊക്കെ നോക്കി വളരെ ക്യൂട്ടായിട്ടായിരിക്കുന്നു. നല്ല ഉഗ്രൻ ഡ്രസ്, നല്ല പാവാട, നല്ല ബ്ലൗസ്, പിന്നെ എല്ലാം കൊണ്ട് സത്യം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല കല്യാണം കഴിക്കാത്ത പയ്യന്മാരും ഒന്ന് നോട്ടമിട്ട് വെച്ചേക്കാണ് അല്ലേ? ശരിക്കും ഇതിനെ ഒന്ന് കൊത്തിയെടുത്ത് ഇങ്ങനെ പറക്കാനായിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നെന്ന്. എന്നാ വാടാ, എടുത്തോണ്ട് പോയി കൊത്തടാ. മുടി വെക്കണോ? വേണ്ട. അത്രയ്ക്ക് നല്ല സുന്ദരിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് സുരാജേട്ടാ. കാരണം സുരാജേട്ടൻ ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന ശരിയാവില്ല. അത് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. ആരുടെ ചേച്ചിക്ക്? സുരാജേട്ടന്റെ ഭാര്യക്ക്. എന്റെ ഭാര്യക്ക് അങ്ങനെ ഒരു വിഷയമല്ല. അങ്ങനെ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നതിന് അങ്ങനെ ഒരു പ്രശ്നമല്ല. അനൂപേ, ഇത്രയും പോഷകം കട്ട് ചെയ്തേക്ക്. ശരിയാ, കുഴപ്പമാവും കേട്ടോ. അപ്പൊ ഭാര്യയെ പേടിയുണ്ടല്ലേ? ഇല്ല, ഭാര്യ അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ടി വരും. അതെ സുരാജേട്ടാ, ഇതേപോലെ ഭാര്യമാരെ പേടിയുള്ള കൊറേ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അല്ല അങ്ങനെയല്ല, ഞാൻ ചുറ്റിനുള്ള ആൾക്കാരെ അറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെയൊക്കെ കാര്യങ്ങൾ അറിയാല്ലേ? അങ്ങനെ അറിയാന്നുള്ള ഒരു കഥയും കൂടെ ഞാൻ പറയാം. ശരിക്കും അമേരിക്കയുടെ ഒരു സൈനിക താവളത്തിൽ നടന്ന ഒരു കഥയാണ്. അവിടെ പിന്നെ വിദേശത്തെ ഫ്ലൈറ്റുകളോ ഇല്ലെങ്കിൽ ഒരു സാധനവും അവരുടെ ആ റൺവേയിൽ ഇറങ്ങാൻ സാധിക്കില്ല, ആ സൈനിക കേന്ദ്രത്തിൽ. അപ്പൊ പെട്ടെന്നൊരു ഫ്ലൈറ്റ് അവിടെ വന്നിട്ട് ലാൻഡ് ചെയ്തപ്പോൾ ഉടനെ തന്നെ അമേരിക്കൻ പട്ടാളം കംപ്ലീറ്റ് വളഞ്ഞ് അയാളെ പുറത്തിറക്കി, പൈലറ്റിനെ പുറത്തിറക്കിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഇവിടെ ലാൻഡ് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, സാർ ഇന്ധനം തീർന്നു പോയത് കൊണ്ടാണ് അറിയാതെ ഇവിടെ ലാൻഡ് ചെയ്ത്, സൈനിക കേന്ദ്രമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാലും സൈനികർക്ക് ഡൗട്ട് തോന്നിയോണ്ട് 24 മണിക്കൂർ ഇയാളെ അകത്ത് വെച്ചിട്ട് ഇയാളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. കറക്റ്റ് പാവമാണെന്ന് മനസ്സിലായി. തിരിച്ച് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഇനി മേലിൽ ഇതുപോലെ സൈനിക താവളത്തിൽ നിന്ന് ലാൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇയാൾ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം തന്നെ വീണ്ടും ഈ ഫ്ലൈറ്റ് ആ സൈനിക താവളത്തിലേക്ക് ലാൻഡ് ചെയ്തു. അങ്ങനെ സൈനികർ എല്ലാരും കൂടെ വളഞ്ഞ് വെടിവെക്കാനായിട്ട് ഇറങ്ങിയപ്പോ അയാൾ ഇറങ്ങി പറഞ്ഞു, എന്നെ വേണമെങ്കിൽ നിങ്ങൾ കൊന്നോ, പക്ഷെ ഒരു ഒറ്റ കാര്യം നിങ്ങൾ പറയണം. എന്താ? സൈനികർ ചോദിച്ചു, എന്താ പറയണ്ട? അല്ല, ഇന്നലെ 24 മണിക്കൂർ ഞാൻ ഇവിടെ ആയിരുന്നു എന്നുള്ളത് എന്റെ ഭാര്യയോടൊന്ന് പറയണം, ഭാര്യ ഇതാ ഫ്ലൈറ്റിനകത്തുണ്ട് എന്ന്. അതായത് ഭാര്യ അത്രയും പേടിയുള്ള ഒരു പൈലറ്റും കൂടെ ആയിരുന്നു. ആ കഥയാണ് ഞാൻ പറഞ്ഞത്. ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. ഇല്ല, ബോറൊന്നും അടിച്ചിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ കഥ പറഞ്ഞിരുന്നാൽ നമ്മളെ ഗസ്റ്റിനെ വിളിക്കണ്ടേ സുരാജേട്ടാ? തീർച്ചയായിട്ടും. ആരാ ഇന്നത്തെ ഗസ്റ്റ്? ഇന്നത്തെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗസ്റ്റുകൾ അപ്പൊ ഒരുപാട് പേരുണ്ടോ? ഇല്ല, 2 പേരാണ്. 2 പേരാണ്. ഒരു ബഹുമുഖ പ്രതിഭകൾ എന്ന് തന്നെയാണ്. അപ്പൊ വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, ആളുടെ പേര് പറഞ്ഞോ. സ്വാസിക. അമ്മേ, ശ്വാസം മുട്ടുന്നു. സ്വാസിക.
ഇതാണ് എന്റെ ശരിക്കും കൂട്ടുകാരി. ബഹുമുഖ പ്രതിഭ എന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി കാര്യം. ഉഗ്രനായിട്ട് നന്നായിട്ട് ഡാൻസ് ചെയ്തു, അതിന് പ്രത്യേക അഭിനന്ദനം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇവള് പറഞ്ഞതുകൊണ്ട്. ചിലപ്പോൾ ഇനി കള്ളായിരിക്കുമെന്ന്. സത്യമാണ്, അത് പ്രൂവ് ചെയ്തു. ആ ഡാൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. സാധാരണ ഒരാൾ സിനിമയിൽ വരുമ്പോൾ വന്ന് ഒരു കുറച്ച് പടം കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക് കിട്ടുന്നത്, ഇല്ലേ? സാധാരണ ഒരാൾക്കൊക്കെ, ഇല്ലെങ്കിൽ ചിലപ്പോ രണ്ടാമത്തെ പടത്തിലായിരിക്കും ബ്രേക്ക്. ഇത് തുടക്കം തന്നെ ഒരു ബ്രേക്കിലൂടെയാണ് വന്നത്. ഏതാണ്? ബിഗ് ബ്രേക്ക്, അല്ലേ? ബിഗ് ബ്രേക്ക് എന്ന ഷോയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. അതെ, അതും ലാൽ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ, ലാൽ ജോസ് സാറിന്റെ സിനിമയിലേക്കുള്ള നായികമാരെ ലാൽ ജോസ് ഹീറോയിൻ ഹണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിലൂടെയാണ് ആദ്യമായിട്ട് അതെ വരുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ്? അവിടുത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾ 9 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം നല്ല രസമായിട്ടുള്ള ഒരു 4-5 മാസത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ കാര്യം ആദ്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇരിക്കുന്ന സാധനം കണ്ടോ, ജിബ്. ആ ജിബ് കാരണം ഞാൻ കൊറേ ചീത്ത കേട്ടു, കൊറേ ചമ്മി. ഈ ജിബ് കാരണം. ആ ജിബിന്റെ കഥ ഒന്ന് നമുക്കൊന്ന് ഈ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേജ് അതൊക്കെ ശരിക്കും ജിബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ദാ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ കാണുന്നതാണ് ജിബ്. ജിമ്മി ജിബ്. ആ ക്യാമറ കണ്ട ഉയരത്തിലിരിക്കുന്ന അതാണ്. അതുപോലെ ആ സമയത്ത് എനിക്കും അറിയില്ലായിരുന്നു, ഇവരെ പോലെ എനിക്കും അല്ലായിരുന്നു. ഞങ്ങൾ വന്ന ഒരുവിധം ആർക്കും അറിയില്ലായിരുന്നു തന്നെ വിചാരിക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ ഷെഡ്യൂൾ ഷൂട്ടിന് പോകാനായിട്ട് തലേ ദിവസം എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ്, നാളെ അതാണ് സ്റ്റേജ് എങ്ങനെയായിരിക്കും, അങ്ങനെ ലൈറ്റ് ഇങ്ങനെ അതൊക്കെ. മെയിൻ ആയിട്ട് ജിബ് എല്ലാം നിങ്ങളുടെ കണ്ടുപിടിക്കും. സോ നിങ്ങൾ സ്റ്റേജിൽ ഈ സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ ബാക്കിലേക്ക് തിരിയുമ്പോൾ ഡ്രസ്സ് വലിച്ചിടാനും മുഖം കൊണ്ട് ഇങ്ങനെ കാണിക്കാനൊന്നും പാടില്ല. എവിടെയും ജിബിന്റെ കണ്ണെത്തുന്നു പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചു ഓ ജിബ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആളായിരിക്കും, അയാൾ മുകളിലിരുന്ന് എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ രാവിലെ വന്നപ്പോ ജിബ് എവിടെ എന്നുള്ള അന്വേഷണമായി. ഒരു അനുശ്രീ അറിയില്ലേ? അറിയില്ലേ? അതാണ് ഏത് പടത്തിലാ ഇപ്പൊ ചെയ്ത ചന്ദ്രേട്ടന് എവിടെയാ? അതിലെ നായിക ദിലീപേട്ടന്റെ അനുശ്രീ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു വന്നപ്പോ അനുശ്രീ പറഞ്ഞു അതെ ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ചേട്ടനാണ് ജിബ് എന്ന് തോന്നുന്നു, താടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല ശരിക്കും ജിബിനെ കാണാൻ വേണ്ടിട്ട് എത്ര വട്ടം അണിഞ്ഞൊരുങ്ങി വന്നു. ജിബ് ജിബാണ് എല്ലാം കാണുന്നത്. അപ്പൊ ആദ്യം ആളെ ഒന്ന് സോപ്പിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഷോ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം ഭയങ്കര എല്ലാരും അത്രയ്ക്ക് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് വരുന്നു, ഡൽഹിന്ന് വരുന്നു, പിന്നെന്താ അങ്ങനെ ജിബ് വരുന്നത്. അതെ കറക്റ്റാ. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെ വലിയപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ആയിരിക്കും, ഭയങ്കര ഹാൻസം ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അവസാനം മനസ്സിലായി ഇതാണ് ജിബ് എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മെയിൻ സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴാണ് ഈ സാധനം ഇങ്ങനെ കറങ്ങി പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് അറിയില്ല, ഞങ്ങൾ എക്സ്പ്രഷൻ അറിയാതെ എനിക്കാണ് ഏറ്റവും കൂടുതൽ അത് പറ്റുന്നത്. ഞാൻ അത് ശ്രദ്ധിക്കാതെ ഡാൻസ് ചെയ്യും, പക്ഷെ അത് ഇതിക്കടെ ഒക്കെ വരുമ്പോ അറിയാതെ ഇങ്ങനെ ആയിപ്പോവും. അപ്പൊ ആദ്യം അവർ കുറെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സ്വാസിക, ഡോണ്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് ഡാൻസ് പറഞ്ഞു. ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീണ്ടും നമ്മൾ ഭയങ്കര എക്സ്പ്രഷനിലേക്ക് ഇടുമ്പോഴായിരിക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇനി ഈ ജിബ് കാരണം ഇപ്പൊ എല്ലാവരും നന്നായിട്ട് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യും. ദാ വരുന്നുണ്ട് ജിബ്. ഇപ്പൊ മനസ്സിലായല്ലോ, വാ എന്റെ ജിബേ. ഇതാണ് ജിബ്. ഇതിന് വേണ്ടിയിട്ടാണ് ഡെയിലി ഓരോ ഡ്രസ്സ് ഇട്ടുണ്ട് ജിബിനെ കാണാൻ വരുന്നത്. അപ്പൊ അതാണ് ജിബിന്റെ കഥ. പിന്നെ എന്താ കഥ? പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ശരിക്കും എന്താ പേര്? നമ്മളിവിടെ അനൗൺസ് ചെയ്ത സ്വാസിക. ശ്വാസം മുട്ടി. സത്യം ഈ പേര് പറയുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ശ്വാസം മുട്ടല് പെട്ടെന്ന് മറന്നുപോകും. ഇത് ആരാ ഈ പേര്? എല്ലാവർക്കും ഇങ്ങനെ പേര് കാര്യം നല്ലതൊക്കെയാണ്, ഒരു യുണീക് നെയിം ഒക്കെയാണ്. പക്ഷെ ആൾക്കാരും മര്യാദക്ക് പറയില്ല, പേര് വിളിക്കില്ല. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു ടെലിവിഷനിലെ പ്രോഗ്രാമിന് പോയപ്പോ ഞാൻ ചെന്ന് പരിചയപ്പെടും. ആ നമസ്കാരം. എന്തോ ഒരു കാര്യം, ഞാൻ ഡീസെന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നു. റീസെന്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഡീസെന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോ, അല്ലാത്തപ്പോ കൂറായിട്ടാ പോണത്. അടുത്തിടെ അപ്പൊ പോയപ്പോ അവിടെ ചെന്നപ്പോ ഞാൻ നമസ്കാരം സ്വാസി, എന്റെ പേര് സ്വാസിക. അപ്പൊ ആളെടുത്ത് വഴി
എന്ത് അനാശാസികയോ? ഞാൻ തന്നെ സങ്കടപ്പെട്ടു, ഇത്രയും മോശമായിട്ട് എന്റെ പേര് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് പേര് അനാശാസികയാക്കി. പിന്നെ കുറച്ച് പേര് വിളിക്കാൻ പറ്റാത്തോണ്ട് ശശിന്നാക്കി. പ്രൊഡക്റ്റ് നമ്മള് ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ എല്ലാവരും പോകുമ്പോൾ ശശി ഷോട്ട് റെഡി. ലോകത്ത് ആദ്യമായിട്ടൊരു പെൺകുട്ടിക്ക് ശശി എന്നുള്ള പേര് വരുന്നത് കേട്ടോ. അതെ അതെ. അപ്പൊ ഇനി അതായത് കേട്ടോളൂ, സ്വാസിക അല്ല, പേര് ശശി. നിങ്ങളെങ്കിലും ഒന്ന്. ശശി പാലാരിവട്ടം അല്ല, എവിടെയാണ്? ശശി ഫ്രം പെരുമ്പാവൂർ. പെരുമ്പാവൂർ ശശി. നമ്മളെ ഓഡിയൻസ് മൊത്തം പെരുമ്പാവൂരുകാരാണ് കേട്ടോ. Oh my God. ഇനി പെരുമ്പാവൂരിലെ ശശിയെ കണ്ടില്ലെന്ന് പറയില്ല, ആ ഇരിക്കുന്നു. ഓ, അത് ഞാൻ ഇപ്പഴും അറിയട്ടെ. നമസ്കാരം. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ വിളിക്കും, ശശിന്ന് വിളിക്കും. പിന്നെ ഇതും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും. ഈ പേര് കാരണം നമ്മളിപ്പോ ഒരാൾക്ക് ദേഷ്യം, ഇപ്പൊ സുരാജ് ചേട്ടന് ഭയങ്കര ദേഷ്യം വന്നു വെച്ചാൽ ആ ദേഷ്യത്തിന്റെ ഊർജ്ജത്തിൽ എന്റെ പേര് വിളിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരുമ്പോ പേര് പറഞ്ഞു. ആ ദേഷ്യം അങ്ങ് ഊർന്നു കഴിയുമ്പോ മോളെ ഒന്ന് ശരിക്കും ആരെ വിളിക്കാൻ വന്നത്? ലാൽ ജോസ് സാറ്. അയാളും ഞാനും തമ്മിൽ ഷൂട്ടിനിടെ സമയത്ത് നരേന്റെ വൈഫാണ്. അപ്പൊ എന്തോ ഒരു സംഭവം വന്നപ്പോ ഇങ്ങനെ തെറ്റിപ്പോ സാറ് വേഗം ഓൾറെഡി അവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ആകെ സാറ് ദേഷ്യത്തിലായിരുന്നു. വേഗം തന്നെ മൈക്ക് എടുത്തിട്ട് മോളെ ഒന്നത് വൃത്തിയായിട്ട് ചെയ്യും. അങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. ലാൽ ജോസ് സാറിനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കട്ടെ. എന്തിന്? അവിടെ ഉണ്ട്. അയ്യോ, അല്ല, ലാൽ ജോസ് സാറിനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് ലാൽ ജോസ് സാറിനോട് തന്നെ ചോദിക്കാം, എന്തിനാണ് സാർ ഇങ്ങനെ തെറി പറഞ്ഞത് ഈ കുട്ടി? വിളിക്കട്ടെ, വിളിക്കാം. സാർ പറഞ്ഞോ, എന്തിനാ സാറേ ഇങ്ങനെ പിന്നെ സ്വാസികയെ ഇങ്ങനെ തെറി പറയുന്നത്? അത് എന്റെ പ്രിയപ്പെട്ട സുരാജ്, മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഷോ തന്നെ സംഘടിപ്പിച്ചത്. പക്ഷെ നരേന്റെ പേരായിട്ട് ഈ കുട്ടിയെ കൊണ്ട് വന്നിട്ട് സമയത്ത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവള് വേറെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കും. ആദ്യം വേണ്ടത് ഒരു അച്ചടക്കമാണ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, പാവം കേട്ടോ. അത് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ശബ്ദം കറക്റ്റാ, പറഞ്ഞത് കറക്റ്റ് അല്ല. അത് കറക്റ്റ്. പിന്നെന്താ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പേരുകൾ. പിന്നെ ഷോസ് ഒക്കെ പോകുമ്പോ ആൾക്കാർക്ക് ആർക്കും അറിയില്ല, നമ്മുടെ കൂടെ ക്രൂല് ആർക്കും അറിയില്ല എന്റെ പേര്. എന്റെ റിയൽ നെയിം പൂജ എന്നാണ് കേട്ടോ. പൂജ. തമിഴ് മൂവി ചെയ്യാൻ പോയി ഞാൻ. അപ്പൊ തമിഴ് മൂവി ചെയ്തപ്പോ അവര് പറഞ്ഞു പൂജ എന്ന് ഓൾറെഡി ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, തമിഴിലുണ്ടല്ലോ പൂജ. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്കൊരു യുണീക് നെയിം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരാണ് സെലക്ട് ചെയ്ത ഈ സ്വാസിക എന്നുള്ള പേര്. പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആർക്കും ഇല്ലാത്ത പേരാ, തകർക്കാന്ന്. പക്ഷെ അവസ്ഥ ഇങ്ങനെ ദയനീയമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആരെങ്കിലും ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യോ, കൂട്ടുകാരികളെയോ? എന്നെ ഞാനൊരു ആഗ്രഹം പറയട്ടെ. അതില് എനിക്ക് തോന്നുന്നു രേവതി ചേച്ചി ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ലേ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻകാവ്. ആ സിനിമയില് രേവതി ചേച്ചിയുടെ ക്യാരക്ടർ സ്വാസികയ്ക്ക് ചെയ്യാനുണ്ട്. ഞാൻ കണ്ടൊരു ഇതായിരുന്നു, അസലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക്. തീർച്ചയായിട്ടും ഇതാണ് വേണ്ടത്. ആദ്യം ജഡ്ജസിന്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ആദ്യം ഇങ്ങനെ നമ്മള് ഒരു സഞ്ചി അത് കറക്കിയിട്ട് ஜட்ஜஸ்ன்னு எடுத்து போயிட்டு ஐயோ மன்னிச்சிடுங்க சார், நான் வந்து ரொம்ப தூரேன்னு வருது சார், மன்னிச்சிடுங்க, இங்க இடம் எல்லாம் எனக்கு தெரியல, அதனால தான் மன்னிச்சிடுங்க. ஆமா, இங்க ஏதோ ஷோ நடக்குதுன்னு சொன்னது, எங்க அது? அப்ப அவரு அங்க சரி வணக்கம். அப்பா என்ன ஒரு முக லட்சணம் உங்களுக்கு, உங்களை பார்த்தாலே தெரியும் நீங்க பெரிய கலாகாரன். அப்படியா? ஆமா ஆமாவா சார்? என்ன கலா? அபிநயம். ஓ, நீங்க நடிகரா? நம்ம எம்ஜிஆர் போல நடிகர் திலகம். ஓ, நேஷனல் அவார்ட் வின்னர் அவங்க. என்ன அவார்ட்? நேஷனல் அவார்ட். நேஷனல் அவார்டா? நேஷனல் கேந்திரம் அவார்ட். எனக்கு அதெல்லாம் தெரியாதப்பா, நான் போறேன். சரி, நீங்க ரொம்ப அழகா இருக்கீங்க. Thank you. ഡാൻസ് എവിടുന്നാ പഠിക്കുന്നത്? ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്നത് കലാമണ്ഡലം സുമതി ടീച്ചർ അടുത്ത പെരുമ്പാവൂർ ആശ് ചേച്ചിയുടെ അമ്മയാണ്. അവിടെയാണ് ഞാൻ ഇപ്പോൾ ഒരു 10-18 വർഷത്തോളം അവിടെയാണ് പഠിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഡൽഹിയിൽ രമ വൈദ്യനാഥന്റെ അവരുടെ അടുത്ത് ഭരതനാട്യത്തിന്റെ ഒരു ഇത് ചെയ്യുന്നു, ഒരു കോഴ്സ്. ഓക്കെ, അവിടെ പോയി പഠിച്ച ഒരു ചെറിയ ഐറ്റം ഒന്ന് കാണിച്ചേ. വെറുതെ സ്റ്റെപ്പ് പാട്ട് ഞാൻ പാടിത്തരാം, വെറുതെ പറഞ്ഞതാ. ചന്ദന ചർച്ചിത നീലകലേപര പീതവസന വനമാലി, ചന്ദന ചർച്ചിത നീലകലേപര
ഹരിതവസന വനമാലി. പാട്ടില്ല എന്ന് പറഞ്ഞ വെറുതെ കേട്ടോ, പാട്ടും അസലായിട്ട് പാടണോ? നന്നായിട്ട് പാടാൻ ചെയ്ത് ഡാൻസ് പാടില്ല. അപ്പൊ എന്തായാലും ഡാൻസ് ചെയ്ത് പാടി, ചെയ്തുകൊണ്ട് പാടുക ഭയങ്കര ടഫാണ്. അതെ. ചെയ്ത് പാടി, അപ്പൊ ചെയ്യാണ്ട ഒരു പാട്ട് ഒരു പാട്ട്. പെരുമ്പാവൂർ ബ്രദേഴ്സ്. मोहब्बत बरसा देना तू सावन आया है, तेरे और मेरे मिलने का मौसम आया है. मोहब्बत बरसा देना तू सावन आया है, तेरे और मेरे मिलने का मौसम आया है. सबसे छुपा के तुझे सीने से लगाना है, प्यार में तेरे हाथ से गुजर जाना है. इतना प्यार किसी पे पहली बार आया है. टुरुरुरुरु टारा ला 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 ला. टुरुरुरुरु टारा ला 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 ला. അടിപൊളിയായിരുന്നു ടീച്ചർ. നന്നായിരുന്നു. ഇനിയും ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ താങ്കളുടെ പെർഫോമൻസും കാണാനായിട്ട് നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. അതിന് ചെറിയൊരു ഇടവേള വേണം. എന്താണ്, കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാം. കാരണം ആ സമയത്ത് നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞ് ആ ചിരികൾ മാത്രം നമ്മളെല്ലാവരും ഓഡിയൻസ് ചിരിച്ചാൽ പോരല്ലോ. നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ചിരി ഒന്ന് ഉണ്ട്. അവിടെ പോയിരുന്നു കുറച്ച് സമയം ഒന്ന് ചിരിച്ചോ. നോക്കൂ. താങ്ക് യു. സുരാജേട്ടാ, അപ്പൊ നമ്മളെ ഗസ്റ്റിനെ ഇരുത്തി കഴിഞ്ഞപ്പോ നമ്മളെ സ്കിറ്റ് ഒക്കെ റെഡിയായി അതെ. ആരാ? ഞാൻ ഈ പ്രൊഫഷണൽ കില്ലർക്ക് എന്താണ് ഇവിടെ കാര്യം? അല്ല അല്ല ഈ കുട്ടികളെയൊക്കെ ദൈവമേ, കുട്ടികളെയൊക്കെ കൊല്ലാൻ വന്ന പ്രൊഫഷണൽ കില്ലർ ആരാന്ന് പറയണം. അതല്ല പിന്നെ ഈ കുട്ടികളെയൊക്കെ കുത്താൻ ദൈവമേ, കുട്ടികളെ കുത്തിക്കൊല്ലാൻ. കൊടുക്കും സുരാജേട്ടാ നന്നായിട്ട്. ചേട്ടാ, എന്റെ പൊന്നു സഹോദര, ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തിട്ട് എന്നെ തല്ല്. ആരാ? ഞാൻ ഈ പ്രൊഫഷണലായിട്ട് കൊച്ചുകുട്ടികളുടെ കാതുകുത്തുന്ന ആളാണ്. അതായിരുന്നോ? കാത് കുത്താൻ വന്ന ആളാണല്ലേ? അത് പറയുന്ന തീരുന്നതിന് മുമ്പ് അങ്ങ് ഇടി വീഴുന്നു. മുൻപ് ഈ വേഷം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം തോന്നിയിട്ടല്ലേ? പേര് പവനായി. പവനായി. ആ, അതാണ് പവനായിയും ഈ ഗെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കും. പവനായി ഇപ്പൊ ശവമായി മാറുമായിരുന്നു. അതെന്റെ ഭാഗ്യം. ഞാൻ ഈ കുട്ടികളെയൊക്കെ കാതു കുത്തി കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഒരു കാതു കുത്താൻ വന്നാണ്. നിങ്ങളുടെ പേരാണോ ഗോപാലൻ? അയ്യോ അല്ല, ഞാൻ സുരാജാണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ അവതാരകനാണ് സുരാജ്. അപ്പൊ വൈഫിന്റെ അച്ഛന്റെ പേര് ഗോപാലൻ? ഇത് വൈഫല്ലാന്ന്, ഇത് ആങ്കറാ. ആങ്കർ. ആങ്കറാണോ? ഒരു മിനിറ്റ്, ഞാൻ ഈ കോട്ടൊന്ന് ഊരി ആ ആങ്കറിലൊന്ന് തൂക്കിക്കോട്ടെ. അതല്ലാന്ന്, ആങ്കർ എന്ന് പറഞ്ഞ അവതാരിക. അവതാരിക. അതെ. ഇതിപ്പോ നിങ്ങൾ വിളിച്ചിട്ട് ആളിനെ കളിയാക്കുവാണല്ലോ. ഞാനിവിടെ കാതുകുത്താനായിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ മനുഷ്യനെ കളിയാക്കുവാണ്. ദൈവമേ, ഇവിടെ ആരും കാതുകുത്താൻ വിളിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കാതുകുത്താനായിട്ട് ആരെങ്കിലും വിളിച്ചോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ പാരമ്പര്യമായി കാതുകുത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. ഞാനൊന്നും പറഞ്ഞില്ല. അവരെ വിളിച്ചിട്ട് അവമാനിക്കരുത്. എന്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. രാജാക്കന്മാരുടെ കാതു കുത്തിയിട്ടുള്ള ആളാ, അറിയോ? രാജാക്കന്മാരെ കാതുകുത്തിയ ആളോ? അയ്യോ, രാജാക്കന്മാരുടെ വരെ കാതു കുത്തിയിട്ടുള്ള ആളാ എന്റെ മുത്തച്ഛൻ. ഏത് രാജാവിന്? മാർത്താണ്ഡ പിള്ള മഹാരാജാന്ന് കേട്ടിട്ടുണ്ടോ? മാർത്താണ്ഡ പിള്ള അല്ലടോ, മാർത്താണ്ഡ വർമ്മ. മാർത്താണ്ഡ വർമ്മ. പുള്ളിയുടെ കാതിൽ ഒരു കടുക്കം കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അതെന്റെ മുത്തച്ഛൻ കാത് കുളച്ചിട്ട് കടുക്കനിട്ട് കൊടുത്ത എന്റെ മുത്തച്ഛനായിട്ട് കൊടുത്തത്. അയ്യോ, നിങ്ങളാണോ അപ്പൊ കാത് കുത്തിയത്? മുത്തച്ഛൻ അത്രയും പ്രശസ്തനായ ആളാണ്. മഹാരാജാവ് സന്തോഷം കൊണ്ട് ആ വർഷത്തെ ഏറ്റവും മികച്ച കുത്തുകാരനുള്ള
അവാർഡും കൊടുത്തു. അന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് കാത് കുത്തുന്നുണ്ട്, കാത് കുത്തുകാരനുള്ള അവാർഡും കൊടുത്തു. ആ വർഷത്തെ മികച്ച അവാർഡായ കുത്തമ്മിനാർ അവാർഡ് എന്റെ മുത്തച്ഛൻ നേടിയെടുത്ത. അവാർഡ് അതിനാണോ കൊടുത്തത്? അതിന് കിട്ടി. ആ അവാർഡ് ഇപ്പോഴും ഉണ്ടോ? ആകെ ഒരു കുത്തമ്പാനാറല്ലേ ഉള്ളൂ, അത് മുത്തച്ഛന് കിട്ടി. എല്ലാവർക്കും എടുത്ത് കൊടുക്കാൻ പറ്റുമോ ഇത്? അതല്ലാതെ മുത്തച്ഛൻ അത് ഹൈദരാബാദിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹൈദരാബാദില്, ഓക്കേ. ഇപ്പൊ അവിടെ ഇരിക്കുന്ന കുത്തപ്പനാർ മുത്തച്ഛന് കിട്ടിയതാണ്. മുത്തച്ഛന് കിട്ടിയത് അത് തിരിച്ച് അവിടെ കൊണ്ട് വെച്ചേക്ക. അതെ, ശരി. പിന്നെ അച്ഛനെ അറിയാവോ? നിങ്ങൾക്ക് പോലും അറിയില്ലെങ്കിൽ തന്റെ അച്ഛനെ എനിക്ക് എങ്ങനെ അറിയണേ? എനിക്കും അറിയില്ല ഈ മെനകെട്ടവന്. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്റെ അച്ഛന് വലിയ ഒരു അഗ്രഗണ്യനായ കലാകാരനായിരുന്നു ഈ കാതുകുത്തുന്ന കാര്യത്തിൽ. കാത് കുത്തുന്ന കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു. അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കുത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ മരിക്കണമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഈ നല്ല കലാകാരന്മാർക്ക് എപ്പോഴും തോന്നുന്നതാണ്. ഒരുപക്ഷെ ഇപ്പൊ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഗായകനാണെങ്കിൽ സ്റ്റേജിൽ വെച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോ മരിക്കണമെന്ന് പറയും, ചിത്രകാരനാണെങ്കിൽ വരച്ചോണ്ടിരിക്കുമ്പോ മരിക്കണമെന്ന് പറയും. അപ്പൊ അച്ഛൻ ഇങ്ങനെ കാത് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണോ മരിച്ചത്? അല്ലല്ല, പിന്നെ ഉത്സവപ്പറമ്പ് ചീട്ട് കുത്തിക്കൊണ്ടിരുന്നപ്പോ. മുച്ചിട്ട് കളിയുടെ സ്വഭാവം ചീട്ട് കളിക്കാരനായിരുന്നു. അപ്പൊ ഒരുത്തിന് പൈസ കൊടുക്കാതെ ഈ റബ്ബറിൻ ടാപ്പിംഗ് കത്തി, ടാപ്പിംഗ് കത്തിയില്ലേ, അതുകൊണ്ട് ഒരുത്തൻ പുറകെ നാറാമാലിക്ക് ഏറ്റി കൊടുത്തു. സ്പോട്ടിൽ തീർന്നു. ആണോ? ഇതെന്താ ഈ പെട്ടിക്കകത്ത്? ഇത് മൊത്തം എന്റെ ടൂൾസ് ആണ്. കാത് കുത്താനുള്ള ടൂൾസ് ആണ് ഇതൊക്കെ. കാത് കുത്താനുള്ള ടൂൾസോ? വരും കാണിച്ചു തരാം. ഇതൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പഴയ സ്റ്റൈലിൽ നിന്നൊക്കെ മാറണമെന്ന്, അത് പുതിയ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് അതിന്റെ മെത്തേഡ് കണ്ടു. ആണോ? കേട്ടോ, ഇതെന്താ? ഇത് അമ്പം. അമ്പം ബില്ലും വെച്ച കാത് കുത്തുന്നത് ഇത് ഏത് സ്റ്റൈലാണോ ഇത്? എന്റെ സാറേ, ഇങ്ങനെയൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആണോ മോഡൽ? ഇപ്പൊ കാത് കുത്തുകാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഒരുപാട് പേര് ഇറങ്ങിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിടിച്ചേക്കണ്ടേ? നിങ്ങളൊരു വെറൈറ്റി ആയിട്ട് ഇറങ്ങി. അല്ല, ഈ അമ്പം ബില്ലും വെച്ച് എങ്ങനെ കാത് കുത്തണേ? അത് അതിന്റെ ഒരു ചരിത്രമുണ്ട്. എന്താണ്? എന്റെ സ്വഭാവം കൊണ്ടാണോ എന്റെ ജാതി കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, ചില ആൾക്കാർ എന്നെ വീട്ടിൽ കേട്ടാറില്ല. വീട്ടിൽ കേട്ടാറില്ല. ദയവ് ചെയ്ത് എന്നോട് ജാതി ചോദിക്കരുത്. ഞാൻ ഒരിക്കലും ആരോടും ജാതി ചോദിക്കില്ല. കാരണം എനിക്ക് താഴെ വേറെ ജാതി ഇല്ല. അപ്പൊ എന്തായാലും സ്വഭാവം കൊണ്ടായിരിക്കും അകത്ത് കയറ്റാത്തത്. അതുകൊണ്ട് എന്തോ എനിക്ക് അറിയില്ല, ഇപ്പോഴും അത് പിടികിട്ടിട്ടില്ല. അപ്പൊ ഞാൻ കാത് കുത്താൻ ചെല്ലുമ്പോൾ അവരുടെ സിറ്റ് ഔട്ടിലോ മറ്റോ കൊച്ചിനെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ വേറൊരു ഉപകരണം തന്തയുടെ കൊടുക്കും. അതെന്താ? ഈ സാധനം അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഈ കാതിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചോളാൻ പറയും. കൊച്ചിന്റെ കാതിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചോളാൻ പറയും. എന്നിട്ട് ഞാന് ഗേറ്റിന്റെ വെളിയിൽ നിന്ന് കുട്ടി കാണാതെ ഇതിനകത്ത് മറ്റേ സൂചി ചെയ്തിട്ട് ഒളിച്ചിരുന്ന് ഒറ്റ അമ്പയത്തിൽ കറക്റ്റ് ആയിട്ട് വന്ന് കാതിൽ കൊള്ളുകയും ചെയ്യും. അതെന്തായാലും ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ് അല്ലേ? ഭയങ്കര കഴിവ് തന്നെയാണ്. ഇങ്ങനെ ആ കഴിവിനെ നമ്മൾ എന്തായാലും അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ലെ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ കാത് തന്തേന് ഇങ്ങനെ കൊച്ചിന്റെ കാത് ഇങ്ങനെ തന്തേന് ഇങ്ങനെ വലിച്ച് പിടിക്കുന്നു. നിങ്ങൾ പുറത്ത് നിന്ന് ഏകദേശം ഒരു 10-15 മീറ്റർ അകലെ നിന്ന് ഞാൻ കൃത്യമായി അമ്പ ചെയ്ത് കൊള്ളിക്കുന്നു. ഇവിടെ തന്നെ കറക്റ്റ് ആയിട്ട് കാതിൽ തുള വീഴുന്നു. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും പാളീച്ച? 1-2 പ്രാവശ്യം ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം? അതെന്തായിരുന്നു? ഒരു ദിവസം ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനെ മതിലിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ അമ്പ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്ത ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പം കൊച്ചിന്റെ തള്ള അതുവഴി ഒന്ന് പാളി വന്നു. അപ്പൊ എന്റെ കണ്ണൊന്ന് വെറുതെ അങ്ങോട്ടൊന്ന് പാളി, അങ്ങ് പോയി, സാധനം പിടിവിട്ട് പോയിരുന്നു. എന്നിട്ട് എവിടെ കൊണ്ടതൊന്നും പറയണ്ട. കാതിലല്ലേ കുത്തായിരുന്നേ? കാതിലല്ല കൊണ്ടത്, പിന്നെ മൂക്കിനാക്കൂടെ തുളഞ്ഞ് ഇപ്പുറത്തിറങ്ങിയത്. വീട്ടുകാര് കമ്മും പത്തലും ഒക്കെ ആയിട്ട് എന്നെ തല്ലിക്കടലാൻ ഓടിഞ്ഞു വന്നു. ആ നൊടിയിട കൊണ്ട് ഞാനൊരു ബുദ്ധി അങ്ങ് പ്രയോഗിച്ചു. എടാ, നീ എന്റെ കൊച്ചിന്റെ മൂക്ക് എന്നും പറഞ്ഞ് അടിക്കാൻ കൂടെ തുടങ്ങി പറയും. സാർ, മൂക്കുത്തി ഇടാനുള്ള തുള റെഡിയായില്ലേ? എസ്കേപ്പ്. ഇനി കാതിലേക്ക് കുത്താം. ഇനി നമുക്ക് കാത് കുത്താം എന്ന് പറയുകയും പുറങ്കൈക്ക് ഒരൊറ്റ അടിയായിരുന്നു. അപ്പോഴേ ഞാൻ മൂക്കുത്തി. ഇടയിൽ എപ്പോഴാ മൂക്കുത്തിയത്? ഞാൻ മൂക്കുത്തി എന്നാണോ പറഞ്ഞത്? അടി കൊണ്ടിട്ട് ഞാൻ മൂക്കുത്തി താഴെ വീണെന്നാ പറഞ്ഞത്. മെഡിക്കൽ കോളേജിന്റെ 7ാം നില 7ാമത്തെ ദിവസമാണ് ഞാൻ കണ്ണു പറഞ്ഞത്. അറിയാവോ? പിന്നെ ഇതെന്തിനാ ഈ പഴന്തുണി കൊണ്ട് നടക്കുന്ന? ഈ ബ്ലഡ് എങ്ങാനും വരുമ്പോ തുടയ്ക്കാനാണോ? ഇത് പഴന്തുണി അല്ലെന്ന്, ഇത് എന്താണ്, കോട്ടൺ ആണ്. കോട്ടൺ. അപ്പൊ ഞാൻ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചതാണ്, കോട്ടൺ തെറാപ്പി. കോട്ടൺ തെറാപ്പി. അത് കൊള്ളാലോ. കൊച്ചു കുഞ്ഞുങ്ങളെ കാത് കുത്തുമ്പോ ഇവര് കരയത്തില്ലേ? അപ്പൊ കരയുമ്പോ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിഷമാവില്ലേ? തീർച്ചയായിട്ടും. ഈ കാത് കുത്താൻ നേരത്ത് വിഷമാവില്ലേ? അപ്പൊ അതിനു വേണ്ടി കുഞ്ഞ് കരയരുത്. കരയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോട്ടൺ തെറാപ്പി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കോട്ടൺ തെറാപ്പി ഇത് എങ്ങനെയാണ് നിങ്ങൾ പരിശീലിക്കുന്നത്? അതായത് എങ്ങനെയാണ് ചെയ്യുന്നത്?
നമ്മൾ കുഞ്ഞിനെ എടുക്ക കൊണ്ടുവരുന്നു കുഞ്ഞിനെ ഓക്കെ റെഡിയല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുക്കുരി കുക്കുരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സോപ്പിട്ടൊക്കെ നിർത്തിയിട്ട് പഴന്തുണി എടുത്ത് വായിൽ കുത്തി കയറ്റുമോ? അതെന്തിന്? കേട്ടി കഴിഞ്ഞിട്ട് കാതിനകത്ത് ഞാനിങ്ങനെ സൂചി വെച്ച് കുത്തുമ്പം കുഞ്ഞു കിടന്ന് കരയുവാണോ ചിരിക്കുവാണോ കണ്ണിൽ കൂടെ കുടുകൂടാന്ന് വെള്ളം ഒഴുകുന്നതാണ്. അപ്പൊ തന്തയ്ക്ക് എന്തുകൂടാ കുഞ്ഞിന്റെ കണ്ണിൽ കൂടെ വെള്ളം ഒഴുകുന്നത്? ഞാൻ പറഞ്ഞു കുഞ്ഞ് കാതു കുത്തിയ സന്തോഷത്തിന്റെ ആ ആനന്ദ കണ്ണീർ ആനന്ദാശ്രു. ആനന്ദാശ്രു അതെന്തായാലും ഉഗ്രം മെത്തേഡ്. പക്ഷെ ഇപ്പോ നമുക്ക് കാതുകുത്താൻ ഇവിടെ ആരും വിളിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ഇല്ലാന്നേ. ആ ഗോപാലൻ ചേട്ടൻ വിളിച്ചാണ് തന്നെ. ഗോപാലൻ ചേട്ടൻ എന്തായാലും അങ്ങനെ ഒരു ഗോപാലൻ ചേട്ടൻ ഇവിടെ ഇല്ല. തൽക്കാലം നിങ്ങളെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കാം. അപ്പൊ ഞാൻ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യാം. അയ്യോ ഗസ്റ്റിലോട്ട് പോണ്ട, അവിടെ AC റൂമാണ്. അത് AC കംപ്ലൈന്റ് AC കംപ്ലൈന്റ് അല്ല, ഈ ഷൂ ഇട്ടോണ്ടാണ് അതിനകത്ത് കയറണമെങ്കിൽ ഒന്നാമത് ഒരു ചീഞ്ഞളിഞ്ഞ സ്മെല്ല്. എന്തിനാ ശരിയാ. അപ്പൊ ഞാൻ AC-ക്കകത്ത് കയറുന്നില്ല, ആ പുരിവയിലത്ത് നിന്നോളാം. മേക്കാതൊന്ന് കുത്തിയാൽ നന്നായിരുന്നു. അയ്യോ വേണ്ട, വേണ്ട. കുട്ടി ഇവിടെ കുറച്ച് ആങ്കർ ചെയ്യാനുള്ളതാണ്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ശരി. പോയി പോയി. സുരാജേ, എന്താ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഗോപാലൻ. ഓഹോ, നിങ്ങളാണോ ഗോപാലൻ? ആ, നിങ്ങളാണല്ലേ ഗോപാലൻ? ഭാരത സർക്കാരിന്റെ കൃഷി മന്ത്രാലയത്തിൽ ഗോപാലൻ പോയിട്ടുണ്ടോ ഗോപാല? അയ്യോ, ഞാൻ ഭാരത സർക്കാർ ഗോപാലനല്ല, പിന്നെ ഏത് ഗോപാലൻ? പ്രൈവറ്റ് ഗോപാലൻ. പ്രൈവറ്റ് ഗോപാലനോ? മനസ്സിലായില്ലേ? ഇല്ല. സുരാജേ, എന്റെ വീട്ടിൽ വലിയൊരു ഫാൻ ഉണ്ട്. ഓ, ഇതൊക്കെ ഇത് വളരെ മോശമാണ് കേട്ടോ. എന്റെ വീട്ടിലും ഫാൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ പുറത്തൊന്നും വിളിച്ച് പറയുന്നില്ലല്ലോ. ഫാൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, AC ഉണ്ട് എന്നൊക്കെ. വളരെ മോശമാണ്, അങ്ങനെയൊന്നും പുകഴ്ത്താൻ പാടില്ല. അതല്ലെന്ന്, കറങ്ങുന്ന ഫാനല്ല, കരയുന്ന ഫാന്. കരയുന്ന ഫാനോ? ആ, അങ്ങനെ ഒരു ഫാൻ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. 24 മണിക്കൂറും കരയും. 24 മണിക്കൂറും കരയുന്ന ഫാനോ? മനസ്സിലായില്ല. 9:30 ആകുമ്പോ ഈ പരിപാടി തുടങ്ങൂലോ. സുരാജനെ കാണുമ്പോ കരച്ചിൽ അങ്ങ് നിർത്തും. അയ്യോ, അതെന്തു ഫാന്? എന്റെ മോള് അമ്മുക്കുട്ടി ആരാധികയാണല്ലേ? അയ്യോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമ്മുക്കുട്ടിയെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാതുകുത്തുവോ? ഞാനോ? അയ്യേ, ഞാൻ കാതൊന്നും കുത്തില്ല, നിങ്ങൾ തെറ്റിപ്പോയി. ഞാൻ കാത് കുത്തുന്ന ആളല്ല. അതല്ലെന്ന്, അമ്മുക്കുട്ടിയുടെ കാത് കുത്താനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ. കാരണം ഭയങ്കര കരച്ചിലാണല്ലോ. സുരാജിന്റെ സാന്നിധ്യത്തിൽ കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കരയത്തില്ലല്ലോ. അത് ഐഡിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതെ. കാരണം എനിക്ക് ഒരു കുഞ്ഞു മോളുണ്ട്. അപ്പൊ മോളെ ഞാൻ സത്യം പറഞ്ഞ ഒരു 2-3 ദിവസമായി ഞാനിപ്പോ പുറത്തായിരുന്നു, ദുബായിലായിരുന്നു. അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഈ മോളെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്നങ്ങോട്ട് കളിപ്പിച്ചേ ഉള്ളൂ. പക്ഷെ എനിക്ക് ആ കുഞ്ഞു കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ സത്യം അവളെ എടുത്ത് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചോ, വിളിച്ചോ. അയ്യോ, എങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിയെ. ഇപ്പൊ എങ്ങനെ എടുക്കണം? ഇങ്ങനെ എടുക്കല്ലേ മോളു, കാതെടുക്കുമ്പോ ഇങ്ങനെ നോക്കിയാ ഞാൻ ഇങ്ങനെ കയ്യിൽ കിടത്തി ഇങ്ങനെ താലോരിച്ചു. ചക്കര വാവേ, മാമന്റെ പൊന്നു മോളു. ഏതാരാ ഈ കളവി? കളവിയോ? ഇതെന്റെ മോള്. ഇതാ വാവ മോളാ അമ്മക്കുട്ടി. ഓ, കണ്ടിട്ട് ബൊമ്മ കുട്ടിയെ പോലെ ഉണ്ടല്ലോ. ഒരു കോമഡി പറയാം മാമ. കോമഡി പറയണ? അയ്യേ, എന്താ സാധനം? കോമഡി അങ്ങ് പറ സുരാജ്. ഓ, അങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നൊന്നുമല്ല. എപ്പോഴും കോമഡി ഉള്ള ആളാ. പറഞ്ഞു കൊടുത്തേക്ക് പൊക്കോളും. ശരി, ഒരു കോമഡി അങ്ങ് പറഞ്ഞു. അതെ, ഒരു നമ്മുടെ കോടതിയില്ലേ, കോടതിയില് ജഡ്ജി ഒരു പ്രതിയെ വിധിച്ചു. നാളെ രാവിലെ 6 മണിക്ക് നിങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഉടനെ പ്രതി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല സാർ, എന്നെ 6 മണിക്ക് നാളെ തൂക്കിക്കൊല്ലാൻ സാധിക്കില്ല. അതെന്താണോ സാധിക്കാത്തത്? ഉടനെ പ്രതി പറയുകയാണ്, ഞാൻ ഉറക്കെഴുന്നേക്കുമ്പോ 7 മണിയാവുന്നു. ഇത്രയും നേരം പിന്നെ എന്താ പറഞ്ഞത്? കോമഡി ആണെങ്കിൽ നേരത്തെ പറയണ്ടേ, എനിക്ക് ചിരിക്കണ്ടേ? ചുമ്മാ കോമഡി ആണെന്ന് പറയാം. നിങ്ങള് കളിയാക്കരുത്, ഇറങ്ങിപ്പോയ നിങ്ങള്. അയ്യോ, ആ കുട്ടി തെറ്റിപ്പോയി. തെറ്റിപ്പോയെന്നോ? അതെ, തലക്ക് വട്ട് പിടിച്ചതാ. കമ്മല് മാലയൊന്നും ഇട്ടിട്ടില്ല പുള്ളിക്കാരത്തി. കാതുകുത്തിയിട്ടില്ല. അതെന്താ ഇത്രയും കാലമായിട്ട് ഇതിനെ കാതു കുത്താത്തത്? അത് എന്റെ ഭാര്യ വേറൊരു സഭക്കാരിയാ.
അതേ സമയം എനിക്കറിയാം. കാതും കുത്തിയല്ല കമ്മലും ഇടത്തില്ല. എന്നാൽ അവളുടെ അച്ഛനായി എനിക്കൊരു ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ആഗ്രഹമില്ലേ? പിള്ളേര് കമ്മലും ഇട്ട് മാലയിട്ട് വളയൊക്കെ ഇട്ട് പോകുമ്പോ തന്നെ കാണാനൊരു ചന്തമുണ്ട്. അതെ, ചേട്ടൻ ആ സഭയിലോട്ട് പോയില്ല? ഇല്ല, പോയില്ല. എനിക്കത് ഇഷ്ടമല്ല. ശരി. അതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു കാര്യം, എന്റെ മോളായിട്ട് പറഞ്ഞല്ല, 18 വയസ്സായി, ഇതുവരായിട്ടൊരു ആമ്പിള്ളേരുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ആണല്ലേ? ഇല്ല, അവൾ അങ്ങനെ പോയിട്ടില്ല. കാരണം അവൾക്ക് അത് അറിയില്ല. പെൺപിള്ളേരും കൂടെ കൂട്ടും, ആമ്പിള്ളേരുമായിട്ട് വേറെ രീതിയിൽ നമ്മൾ പയ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ടില്ല. പക്ഷെ അവന്റെ തോളിൽ ചെന്ന് കിടന്നോണ്ടാ ഫോട്ടോ എടുക്കണത്. നാണമല്ലേ ഇതിനൊക്കെ? അല്ലേ? വേറെ ഒന്നും വേണ്ട, നൈസ വിളിച്ചോണ്ട് കുറച്ച് വിഷം കൊടുത്ത് കൊല്ലും. എന്തിനാ കേട്ടേക്കണത്? കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ മതി, ഒന്നും കുഴപ്പമില്ല. അപ്പൊ സുരാജ, ഈ കാത് കുത്താന്നും പറഞ്ഞ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നു? അല്ല, കാത് കുത്താന്നും പറഞ്ഞിട്ടാരുമല്ല, കാത് കുത്തണോന്ന് ചോദിച്ചിട്ട് ഒരാൾ വന്നിരുന്നു. അപ്പൊ ആളെ ഇപ്പൊ എന്തായാലും ഞാൻ കണ്ടില്ല. എന്തായാലും കാണുമ്പോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കാം കേട്ടോ. ആയിക്കോട്ടെ, ശരി, എന്നാ പോയിട്ട് വരട്ടെ. എനിക്ക് ലേശം തിരക്കുണ്ട്. ഇങ്ങോട്ട് വരണം. കാത് കുത്തണം. കാത് കുത്തുന്ന സമയത്ത് ഞാൻ വരാം. മോൾക്ക് കരച്ചിലെല്ലാം ഞാൻ മാറ്റിയിട്ടേ പോകും കേട്ടോ. മോള് പൊക്കോ, ഞാൻ വിളിച്ചാക്കാം. അല്ല, ഇത്ര നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഇത് എവിടെ പോയി കിടക്കും? ഇത് കൊച്ചന്തിയോ? എന്താ കൊച്ചിന്റെ കാത് കുത്താൻ ഞാൻ സമ്മതിക്കില്ല. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കൊച്ചിന്റെ കാത് കുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കണ്ട. എന്റെ മോളുടെ കാത് കുത്താൻ എനിക്കറിയാം. എന്റെ മോളുടെ കാത് കുത്താൻ എനിക്കറിയാം. ഞാൻ അവളുടെ അച്ഛനാ. ഞങ്ങളുടെ സഭയില് കാത് കുത്തുന്ന പരിപാടി ഇല്ല. നിന്നെ കൊണ്ട് ഞാനത് സമ്മതിപ്പിക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ വീട്ടിൽ വന്നു, എന്റെ മോടെ കാതിൽ കമ്മലുണ്ടോ? ഇല്ല. കഴുത്തിൽ മാലയുണ്ടോ? ഇല്ല. മൂക്കിൽ മൂക്കുത്തി ഉണ്ടോ? ഇല്ല. കെട്ടിച്ചിടാൻ നിങ്ങളെ വല്ല പൈസ ഉണ്ടായിരുന്നോ? ഇല്ല. അതല്ല, എന്റെ മോളെ നീ എന്റെ വീട്ടിൽ വന്ന് അവളെ റാഞ്ചി കൊണ്ടുപോയില്ലേ? റാഞ്ചി കൊണ്ടുപോകാൻ നിങ്ങളുടെ മോളെ എന്നാ മലേഷ്യ വിമാനോ? അതല്ല പറഞ്ഞത്. എന്തോ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ കാത് കുത്താൻ ഞാൻ സമ്മതിക്കല. അവളുടെ അച്ഛനാണ് ഞാൻ. അച്ഛനാണോ? ഉറപ്പാണോ? ഉറപ്പാ. അത് എന്റെ മോള് പറയണം. എന്റെ മോള് തീരുമാനിക്കും നീയാണോ അച്ഛൻ. കൂടുതൽ ഒന്നും പറയണ്ട. ഞാൻ സമ്മതിക്കല. ഞങ്ങളുടെ സഭയില് അത് സമ്മതിക്കില്ല. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഞങ്ങളുടെ സഭയിൽ അത് സമ്മതിക്കുക. സമ്മതിക്കും. എന്റെ കൊച്ചിന്റെ കാതിൽ കമ്മലിടുന്ന കാര്യം ഞാനാ തീരുമാനിക്കുന്നത്, അല്ല ഇവരല്ല തീരുമാനിക്കുന്നത്. എന്റെ കൊച്ചിനെ എന്റെ മോളാണ് ഇവിടെ. അവര് ഞങ്ങളുടെ സഭക്കാര് കാതും കയ്യും ഒന്നും കുത്തില്ല. അപ്പൊ ഇവൻ കാത് കുത്താൻ ഇവിടെ കൊണ്ടുവന്നേക്കാണ്. കൊച്ചിന്റെ അച്ഛൻ ഞാനല്ലേ തീരുമാനിക്കണേ? അതെ, തീർച്ചയായിട്ടും കൊച്ചിന്റെ അച്ഛൻ പുള്ളിയാണല്ലോ, പുള്ളിക്ക് തീരുമാനിക്കാലോ. സുരാജ്, ഇത് നോക്ക്, ഇത് നോക്ക്, ഈ നിൽക്കുന്ന മനുഷ്യൻ നോക്ക്. ഇതാണ് ചെവി കടുക്കിനിട്ടുകൊണ്ട് നടക്കണം. നോക്കൂ, ഇവരുടെ സഭയിലെ ആൾക്കാരാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങളുടെ സഭയിൽ ഒരിക്കലും കാത് കുത്തില്ല, കമ്മലിടില്ല, മാല ഉപയോഗിക്കില്ല എന്ന്. എന്നിട്ടിതാ കാതിൽ കടുക്കനിട്ട് വെച്ചേക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാനത് പറയുന്നു. ഇത് കമ്മലല്ല, ഇത് അരിമ്പാറയാണ്. സോറി കേട്ടോ, അറിഞ്ഞില്ല. ഈ അരിമ്പാറ ഞങ്ങളുടെ സഭയിലെ പ്രധാന ഉപദേശി അടുത്ത ആഴ്ച വന്നിട്ട് ഇത് പ്രാർത്ഥിച്ച് കരിച്ചു കളയും. അന്ന് ഈ ആഴ്ച വന്ന് കരിച്ചു കളയാൻ മേലെ. ഈ ആഴ്ച പുള്ളി ടൈഫോയിഡ് പിടിച്ച മെഡിക്കൽ കോളേജ് കിടക്കാൻ പറ്റില്ല. അല്ല, ടൈഫോയിഡ് പിടിച്ചിട്ട് വല്ല നാടൻ ചികിത്സ പോലെ എന്തിനാ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത്? ആ പുള്ളിക്ക് ഇംഗ്ലീഷ് ആണ് വിശ്വാസം. ഇംഗ്ലീഷ് മരുന്നിനോടാണ് താല്പര്യം. അപ്പൊ ഞാൻ പറയുന്നു, ഒരു കാരണവശാലും ഈ കാത് കുത്ത് ഞാൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കില്ല, ഞാൻ തീരുമാനിക്കാം. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കലോ, ഒന്ന് മാറി നിൽക്ക്. നമുക്കൊരു ഗസ്റ്റ് കൂടി വരാനുണ്ട്. ഗസ്റ്റോ? ഇനിയും ഗസ്റ്റ് വരുന്നുണ്ടോ? പിന്നെ ചേട്ടാ, നമുക്ക് ഒരു ഗസ്റ്റും കൂടെ വരാണ്ട്. ഒരാളെ വന്നിട്ടുള്ളൂ, അടുത്ത ആളെയും കൂടെ വിളിച്ചാൽ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അതെ. ഇനി എന്തിനാ ഗസ്റ്റ്? ഇനി എന്റെ മോളുടെ കാത് കുത്തല്ല നടക്കാൻ പോകുന്നത്. കാത് കുത്തല്ല, അതിനുള്ള സമയം തരാം. പക്ഷെ അതിനു മുമ്പ് ഒരു ഗസ്റ്റ് ഇവിടെ വരാനുണ്ട്. അതിനുശേഷം അല്ല, നടക്കുകയല്ല. കാരണം എന്റെ കൊച്ചിന്റെ കാത് കുത്ത് ഇവിടെ നടക്കേണ്ട സമയമാണ്. ഗസ്റ്റ് പിന്നെ വരേണ്ട സമയമാണ്. സാധാരണ ഒരു ഗസ്റ്റ് ആണ് ഇവിടെ വരാറില്ല. മോളെ അവിടെ ഉണ്ടോ? സാധാരണ ഒരു ഗസ്റ്റ് ആണ് ഇവിടെ വരാം. ഇനി വേറൊരു ഗസ്റ്റ് എന്തിനാ? അത് നിങ്ങൾക്ക് നല്ലതല്ലേ? എന്ത്? ആ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മകളെ സിനിമയിലേക്ക് കൊണ്ടുപോകും. എങ്ങനെ സിനിമയിലേക്ക് കൊണ്ടുപോകും? സിനിമാ നടിയാക്കുന്നു. പറ്റത്തില്ല. ഞങ്ങളുടെ സഭയിൽ അത് ഇഷ്ടമല്ല. സിനിമ ഞങ്ങളുടെ സഭ വെറുക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ കാശ് കിട്ടുമെന്ന്. കാശ് കിട്ടും എങ്കിൽ ഞങ്ങളുടെ സഭ അത് ഇഷ്ടപ്പെടുന്നു. ശരി, അപ്പൊ ഒന്ന് മാറി നിൽക്കാവോ? അല്ല, നായിക ആക്കുന്നു. ഉറപ്പാണോ? ആ, പിന്നെ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു നായികയാണ് ഇവിടെ വരാൻ പോകുന്നത്. ആണല്ലേ? ഓക്കെ, ശരി, വിളിക്കാട്ടാ. ഓക്കെ, കാതുകുത്തുന്ന സമയത്ത് അറിയിച്ചാ മതി. അപ്പോ പറഞ്ഞ പോലെ ഇന്നത്തെ ഗസ്റ്റ്, വീണ്ടും ഒരു ഗസ്റ്റ് എത്തിയിരിക്കുകയാണ്. ആരാണ് ഗസ്റ്റ്? ആ ഗസ്റ്റിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു രണ്ടുപേരും പാടിക്കോട്ടെ ചേട്ടാ? പാടും. ഒരു ക്ലൂ ആണ്. ശരിയായ തീർന്നു. ഒളിച്ചിരുന്നേ, ഒന്നിച്ചൊളിച്ചിരുന്നേ, മുത്തുച്ചിപ്പിച്ചിപ്പിനുള്ളിൽ ഒളിച്ചിരുന്നേ, മിണ്ടി പറഞ്ഞേ, എന്തോ മെല്ലെ
പറഞ്ഞേ തെറ്റിപ്പോയി. കുഴപ്പമില്ല, ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായി. ആ, പാട്ട് മനസ്സിലായി. നല്ലൊരു ഗായിക അല്ലാന്ന്. അതല്ല, തെറ്റിപ്പോയി സുരാജേട്ടാ, ക്ഷമിക്കൂ. അപ്പൊ ഇല്ല, ഗസ്റ്റിനെ ശരിക്കും മനസ്സിലായില്ലേ? ഗസ്റ്റിനെ നമുക്ക് മനസ്സിലായി. ജനകൻ എന്ന സിനിമയിലെ പാട്ടാണ് ഈ പാടിയിരിക്കുന്നത്. അത് മനസ്സിലായി. അപ്പൊ ജനകൻ എന്ന സിനിമയിലെ നായിക തന്നെയാണ് ഇപ്പൊ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരൊറ്റ സിനിമയിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ പ്രിയാലാൽ. झूठे मूठे पत्तियां बनाए कैसे सजना अनाड़ी बेईमान ख्वाब देखे झूठे मूठे पत्तियां बनाए कैसे सजना अनाड़ी बेईमान ख्वाब देखे झूठे मूठे पत्तियां बनाए कैसे सजना अनाड़ी बेईमान Hey mister, you say you want me as your lover, but tell me now, are you a player? Say what? Huh? Chicka chicka, chicka chicka. कैसे बताऊं तुझे बात जिया की? जानू मैं तो जानू सारी चाल पिया की. कैसे बताऊं तुझे बात जिया की? जानू मैं तो जानू सारी चाल पिया की. अदाने मुझ पे ये कैसा जादू किया रे? Loves the game I wanna play. I am craving for your body now. Sexy lady gets me crazy. Be my baby, give me all your loving now. Sexy lady gets me crazy. Be my baby, give me all your loving now. Mister, you say you want me as your lover, but tell me now, are you a player? Say what? Huh? Chicka chicka, chicka chicka. അതെ, ഞാൻ പറഞ്ഞ എന്നാന്നറിയോ? മോളെ അതെ, ഇതാണ് പറഞ്ഞ ആള്. ആര്? സുരാജ് പറഞ്ഞ ആളില്ലേ? സുരേട്ടന് എന്ത് പറഞ്ഞു? സിനിമയിൽ നായികയാക്കാന്ന് പറഞ്ഞില്ലേ? ഈ കുട്ടിയാണത്. ഹലോ ഹലോ, എന്നോട് സുരാജേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലേ? ഇതിലേക്കൂടല്ലേ ചേച്ചി പോകുന്ന സിനിമയ്ക്കകത്ത്? ഇതിലേക്കൂടല്ലേ പോകുന്ന? ഹലോ, കേക്കൂ, സുരേജേട്ടൻ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഇതാണെന്നോർത്തെന്നറിയോ? നല്ല സുന്ദരി കുട്ടിയായി നിൽക്കുന്ന എന്റെ സുന്ദരി കുട്ടി. എന്റെ മോളെ കാത് കുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ, കമ്മൽ അങ്ങിടുമ്പോഴല്ലോ ഇതൊങ്ങ മാറി നിൽക്കും. ഇതായിരിക്കും സുന്ദരി. അറിയോ, നല്ല ടാലന്റ് ഉള്ള കുട്ടിയാ. അപ്പൊ എന്ത് ടാലന്റ് ആണ് ഈ കുട്ടിക്ക് ഉള്ളത്? മിമിക്രി കാണിക്കും. മിമിക്രി? മിമിക്രി കാണിച്ചേ. അയ്യോ, എന്താ പറ്റി? അയ്യോ, അശോകനെ കാണിച്ചാ? ആ ചെമ്പിൽ അശോകൻ. ചെമ്പിൽ അശോകനല്ല, അമരത്തിലെ അശോകൻ. ഇതെങ്ങനെ അറിയാം? ഞങ്ങളുടെ സഭാ സിനിമ കാണിക്കുന്നുണ്ട്. അത് മറ്റേ നന്ദനത്തില് നമ്മുടെ നവ്യ നായർ ആടിത്തിമുറത്തൊരു കാണിക്കട്ടെ. കാണിച്ചു കൊടുക്ക, നവ്യ നായർ കാണിച്ചു കൊടുക്ക. എന്റെ പൊട്ടു ഒരാഗ്രഹം തന്നെയപ്പാ, ഓടിപ്പിടിച്ചു വന്ന് ഇങ്ങോട്ടാർന്ന് എന്നെ ഇരുത്തുചാത്തിലാക്കിയിട്ട് വെളിക്കെത്തി കാത്തിരുന്നുണ്ട്. അങ്ങോട്ട് സൂചിക്കണ്ട, വിളക്കൂതിയതാ. എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട വസന്തേ, എനിക്ക് കാണണ്ട, പ്ലീസ് പോകൂ. സുരേജേട്ടാ, ഞാൻ അങ്ങോട്ട് വരട്ടെ. സുരേജേട്ടാ, ഞാൻ വരും കേട്ടോ. ആർക്കും കാണേണ്ടത്. സുരാജ് പറഞ്ഞില്ലായിരുന്നോ എന്റെ കൊച്ചിന്റെ കാര്യം? ആ, ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ ശരിയാക്കി തന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ മോക്ക് ഭ്രാന്താന്ന്. ആ, പിന്നല്ലാതെ. വഞ്ചനയായി പോയി, വഞ്ചന. ഒരു കാര്യം ഞാൻ പറയാം, സിനിമയിൽ ഞാൻ വിടും, പക്ഷേ കാത് കുത്താൻ ഞാൻ സമ്മതിക്കുകയല്ലാന്ന് വെച്ചാൽ ഞാൻ സമ്മതിക്കുകയല്ല. ഞാൻ കുത്തിയിരിക്കും. എന്നാ നീ കുത്തിയിരിക്കും. ഞാൻ സമ്മതിക്കുകയല്ലാന്ന് ഞാൻ പറഞ്ഞു. ഈ ക്രേസി ഗോപാലനാരാണ്? ക്രേസി ഗോപാലനോ? ഈ ജയശ്രീ ഗോപാലനാരാണ്? ജയശ്രീ. ഞാൻ ജയശ്രീ ഗോപാലൻ. ജയശ്രീ എന്റെ മോളുടെ പേരാ, ജയശ്രീ. ഞാൻ അമ്മക്കുട്ടിന്ന് വിളിക്കും. ഓ, അങ്ങനെ വിളിക്കും. എന്നെ മനസ്സിലായോ? ഇല്ല. കാത് കുത്തണമെന്ന് പറഞ്ഞില്ലേ? പവനായി. പവനായി. പവൻകുമാർ, പവനായി എന്ന് വിളിക്കും എല്ലാരും. എവിടെ കുട്ടിയെ വിളിക്കും? കുട്ടിയെ വിളിക്കാം. അതിനു മുമ്പ് ഞാൻ ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നോ? ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, എന്നാലും അത് മറന്നു പോയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാം. മറന്നുപോയത് ലിസ്റ്റ് ഞാൻ നേരത്തെ കൊടുത്ത സാധനം, ഇതൊക്കെ മറന്നു പോകേണ്ട കാര്യമാണോ? മോടെ കാതുകുത്തല്ല, ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാം ചെക്ക് ചെയ്തോണം. മേടിച്ചോന്ന് ചെക്ക് ചെയ്യണം. കൈതോലപ്പായ 1,
കൈതോലപ്പായ ഒന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. പായൽ വിരിക്കാൻ വേണ്ടിയുള്ള ഒരു പറ നെല്ല്. ഒരു പറയുണ്ട്, ഒരു പറ അടുത്തുണ്ട്. നെല്ല് എടുത്താൽ ഉണ്ടോ? 2 കുപ്പി കള്ള. കള്ളോ? 2 കുപ്പി കള്ളം എഴുതിയിട്ടുണ്ട്. വാങ്ങിച്ചോ? കള്ള് വാങ്ങിച്ചിട്ടുണ്ട്. എവിടുന്നാ വാങ്ങിച്ചത്? അത് പാർത്തട്ട ഷാപ്പിൽ നിന്നാ. അവിടെ നിന്നാണോ മേടിക്കാൻ പറഞ്ഞത്? കുന്നത്തങ്ങാടി ഷാപ്പിൽ നിന്ന് 2 കുപ്പി കള്ള് വേണമെന്ന് ഞാൻ പറഞ്ഞതാണ്. കുന്നത്തങ്ങാടി ഷാപ്പിൽ നിന്ന് പെട്ടെന്ന് സംഘടിപ്പിക്കാം. കുന്നത്തങ്ങാടി ഷാപ്പിൽ നിന്ന് കേട്ടോ. പിന്നെ ആടി വരുന്ന 2 ആങ്ങളമാര് ഉണ്ടല്ലോ. പിന്നെ ലാസ്റ്റിൽ 3 അക്ഷരങ്ങൾ വേണം. അതൊക്കെ ആ എ ഓ. അതെന്തിനാ? ഇവിടെ കാത് കുത്തുമ്പോ കൊച്ചിന്റെ കാത് വേദനിക്കത്തില്ലേ? ആ വേദനിക്കുമ്പോ കരയുമ്പോ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വേണം കരയാൻ. അതെങ്ങനെയാ? കേക്കട്ടെ. അറിയത്തില്ലേ? ആ ഏ ഓ. ആ അക്ഷരമാലയിൽ നിന്നുകൊണ്ട് വേണം കരയാൻ. മനസ്സിലായോ? അതാണ് പുതിയ സിസ്റ്റം. എന്നിട്ടും പിടികിട്ടിയില്ല. ഇല്ല. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലു വിരിച്ച് കാതുകുത്താൻ എപ്പ വരും അകളമാരു പൊന്നേ. കാതുകുത്താൻ എപ്പ വരും നിന്നകളമാരു പൊന്നേ. ആ ഏ ഓ. ആ ഏ ഓ. കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടി എപ്പ വരും നിന്റെ അകളമാരു പൊന്നേ. ആ ഏ ഓ. ആ ഏ ഓ. മതി. ഇപ്പൊ മനസ്സിലായോ? കാത് കുത്തിന് ലിസ്റ്റിൽ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ എന്തിനാ പറഞ്ഞത്? എവിടെ കാത് കുത്ത് നടന്നാലും ഇത്രയും സാധനങ്ങൾ വേണം. ചുമ്മാ അതൊന്നും എഴുതി വെക്കത്തില്ല ആൾക്കാർ. അറിയാവോ? എന്നാ കൊച്ചിനെ വിളിക്കട്ടെ? വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് കുത്താം. ഇങ്ങോട്ട് വിളിയിടോ. കൊച്ചു വരുമ്പോഴേ കൊച്ചു വേണ്ടാന്ന് പറയും, കുതിര ഓടുകയൊക്കെ ചെയ്യും. എന്നാലും കുത്തിയിട്ടേ വിടാവുള്ളൂ. എന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. കുതിര ഓടുന്നതിന് നമുക്ക് എന്താ പ്രശ്നം? കുതിരയല്ലേ ഓടുന്നത്? കുതിരയല്ല, കുതിര ഓടുന്നു. കുതിര ഓടുന്നു. ആ അങ്ങനെ വന്നാൽ അതിന് വഴിയുണ്ട്. അതിന് വഴിയുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളും കുതിര ഓടത്തില്ല. സുരാജ് കേട്ടോണം. കുട്ടികളെ ഞാൻ എങ്ങനെയാണ് കാത് കുത്തുന്നത്? കാത് കുത്താൻ ഇങ്ങനെ കയ്യിൽ എങ്ങനെ എടുക്കും. എടുത്തു വെച്ചിട്ട് കവിളിൽ ഒറ്റ അടിയാ. കവിളിലടിക്കുന്നു? അങ്ങനെ അടിക്കുമല്ല, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോ കുഞ്ഞങ്ങ് ഉറങ്ങും. ഉറക്കത്തിലേക്ക് ഇത് വഴുതി വീഴുന്ന സമയത്താണ്. വഴുതി വീഴുമ്പോ എഴുതാക്കൂലേ വീണ്ടും? ഈ പോത്തിനെ എവിടെയെങ്കിലും കൊണ്ട് വഴുതി വീഴുമെന്ന് പറഞ്ഞാൽ ഉറക്കത്തിലേക്ക് സാഹിത്യപരമായിട്ട് പറഞ്ഞതാ. അങ്ങനെ ഉറക്ക സമയത്ത് ഞാൻ കുത്തും. അപ്പൊ വേദന അറിയില്ല. അപ്പൊ കൊച്ചിനെ വിളിച്ചോട്ടോ. കൊച്ചിനെ വിളിച്ചോണ്ടോ. കുറെ നാളായി പിള്ളേരുടെ കാതൊക്കെ ഒന്ന് കുത്തിയിട്ട്. കുട്ടിയെ കൊണ്ട് മടിയിൽ എടുത്തോ. കുട്ടിയെ അവിടെ കയറിയത് ഈ മെനകെട്ട പെണ്ണുമ്പളെ എന്തിനാണ് എന്റെ മടി വന്നിരിക്കുന്നത്? തന്റെ പെണ്ണുമ്പളെ വിളിച്ചോണ്ട് പോണോ? എന്റെ മടിയാണ്. പെണ്ണുമ്പളെ അല്ലാത്, എന്റെ കൊച്ചാത്. 18 വയസ്സുള്ള കൊച്ചാത്. ഇതിന്റെ കാതാണോ ഞാൻ കുത്തേണ്ടത്? ഈ സൂചി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു കാര്യം ചെയ്യും. പാറമടയിൽ തമരറക്കത്തില്ലേ? പാറൊക്കെ പൊട്ടിക്കാനായിട്ട് തമരറക്കത്തില്ലേ? അതുകൊണ്ട് വേണം കാത് കുത്താൻ. അപ്പൊ താൻ എന്ത് വർത്താനാണോ പറഞ്ഞത്? എന്ത് മഹാരാജനായിരുന്ന പുട്ടും കടല നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്? മഹാരാജ പുട്ടും കടലെന്ന് ആര് പറഞ്ഞു? അപ്പൊ താല്ലേ പറഞ്ഞ അമ്മന് കുത്തിക്കെടുത്തതിനും? അയ്യോ, അത് അവാർഡ് കിട്ടിയ കാര്യമാണ്. പുട്ടും കടലിന്റെ കാര്യം ആരും കൊടുത്തു ഇവിടെ. എന്നാ എന്റെ മോളുടെ കാത് കുത്ത്. ഈ കൊച്ചിന്റെ കാതോ? ഇതിന്റെയൊക്കെ കാത് ഒരു കാര്യം ചെയ്യാം. സൂചി ഉണ്ടോ നോക്കട്ടെ ഇതിന് പറ്റിയത്. അമ്പം മില്ലാൻ അടിച്ചാലോ? എന്നാലും വേണ്ട, കാത് കുത്തിയിട്ട് പോയാ മതി. വരൂ. എനിക്ക് വേണ്ട, എനിക്ക് കുത്തണ്ട. കാത് കുത്തി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നറിയോ? നല്ല സുന്ദരിയാകും. സ്കൂളിലൊക്കെ പോകുമ്പോ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പൊ നല്ല മിടുക്കി കുട്ടി പോകുമെന്ന് പറയും. അപ്പൊ കാത് കുത്തുന്ന ഇഷ്ടമാണോ? വേണ്ട. മോളെ, കാത് കുത്തുന്ന ഒന്നുമില്ല. പേടിക്കേണ്ടതായിട്ടൊരു കാര്യമില്ല. മാമ കാത് കുത്തട്ടെ? വേണ്ട. അല്ല, മോളെ കാത് കുത്താൻ ഇങ്ങനെ ഞാൻ പറയാം. ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല. വേദനയില്ലല്ലോ? ഇല്ല. ആ, ഈ കണ്ണൊന്നടച്ചേ.
ഇപ്പൊ വേദനയുണ്ടോ? ഇല്ല. കുത്തട്ടെ? വേണ്ട. ഇങ്ങനെയാണ് ഞാൻ കളിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്റെ പാട്ടിന് പറഞ്ഞേക്കാം. കൊത്തത്തിന് കാത് കുത്തണം. എനിക്ക് വേണ്ട. കുത്തണം, കാത് കുത്തണം, കാത് കുത്തണം, കാത് കുത്താൻ ഞാൻ ചെല്ലുമ്പോ വേണ്ട വേണ്ട എന്ന് പറയുന്നത്. നിനക്കെന്താ വേണ്ട കൃഷി? വേണ്ട വേണ്ട എന്നൊക്കെ പറയും. കാത് കുത്തിയിട്ട് പോയാ മതി. എന്ത് 10-12 വയസ്സായി ഇനിയും കമ്മലിടുന്നതാണ് നാണാവും. ഇപ്പോഴാണോ കാത് കുത്താനൊക്കെ നടക്കുന്നത്? അല്ലെ കുത്തണ്ടേ? കുത്തണ്ടേ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അയ്യോ, ഞാൻ കൊല്ലാൻ വന്നതല്ല, കാത് കുത്താൻ വന്നതാ. കണ്ണം നടച്ചേ. ഒന്നുമില്ല. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. പതുക്കെ കുത്തിയാ മതി, പതുക്കെ കുത്തിയാ മതി, വേദന എടുക്കാതെ. വേദന എടുക്കത്തില്ല കുഞ്ഞെ, ഇങ്ങോട്ട് വാ. വേദന എടുക്കത്തില്ല. ആടാ അയ്യോ, എന്നത് എനിക്ക് വേണ്ട. വേണ്ട. കൊച്ചെ ഇങ്ങോട്ട് വാ. വെച്ചൊന്ന് ഞാൻ പറഞ്ഞു തരാം, ഒന്നും പേടിക്കാനില്ല. എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. വഴി കഴിഞ്ഞ പോലെ അല്ല, കുത്ത 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 കുത്താനോ? ആ. പിന്നെ കുത്തരുതെന്ന് പറയണം. ഉത്തരുന്ന കുത്തും ഉത്തരുന്ന കുത്തും ഉത്തരുന്ന എന്റെ മോളെ കുത്തും ഉത്തരുന്ന പറഞ്ഞിട്ടുള്ളൂ. നീയാണോ നിൽക്കണേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ ഇത് വെളിയിലെങ്ങാനും പോയി കുത്തുവോ മറിയുവോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് കാത് കുത്തിക്കളാം കേട്ടോ. ഞാൻ അറിയിക്കോ, ഒന്നും പേടിക്കാനില്ല കേട്ടോ. കഴിക്കുന്ന വേദനയേ ഉള്ളൂ. അപ്പൊ മാമൻ കുത്തട്ടെ? കുത്തിയാ ഞാൻ തിരിച്ചു കുത്തും. വേണ്ട, എന്നെ കുത്തുവന്നു. ഇതൊക്കെ വെറുതെ പറഞ്ഞാ കുത്തത്തില്ല. കുത്തത്തില്ല, കുത്തിക്കോ, കുത്തിക്കോ, ധൈര്യമായിട്ട് കുത്തിക്കോ. കണ്ണം നടത്തി, കണ്ണം നടത്തി. കണ്ണ് തുറന്നിരിക്കുന്നുണ്ടാ പ്രശ്നം. എന്താ കണ്ണാ ഇത്? അയ്യോ, ഓക്കേ. എന്നെ കുത്തരുത്, എന്നെ കുത്തരുത്. ആരെങ്കിലും എന്നെ കുത്താൻ പറ്റില്ല. അങ്ങനത്തെ കുത്താനോ ഈ കുത്താൻ വരുന്ന? കുത്തരുത്. എന്തുകൂടാ മകളെ വരുന്ന ആനയോ? അയ്യോ, കുത്തല്ലേ. എന്റെ സുരാജ് ഒന്ന് നോക്കിയ സുരാജ് പണ്ടാരാണ്ട് പറഞ്ഞത് ഇപ്പൊ സത്യമായിരുന്നു. കാത് കുത്തിയാൻ പോയാ കടുക്കനിട്ടം വരുമെന്ന് കേട്ടിട്ടുണ്ട്. കാത് കുത്താൻ വന്ന എന്റെ എവിടൊക്കെയാ ഇവിടെ തുളയിട്ട് കമ്മലിട്ടെന്ന് നോക്കി. ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത്രയും തുളയിടാൻ ഇവിടെ ആരും മരം കൊത്തിയോ? നോക്കി എത്ര എണ്ണം ഉണ്ടോന്ന് എണ്ണി പറയാമോ? ഈ ശരീരത്തിൽ നീ തുളയിടാൻ ഒരു സ്ഥലവും ബാക്കിയില്ലെന്ന്. അത് കഷ്ടമായി പോട്ടെ, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ചേട്ടാ അങ്ങോട്ട് ചെല്ല്, അവിടെ ചെല്ല്. അതുവഴി കാത് കുത്താൻ വല്ലതും ഉണ്ടോ? പോയിട്ട് വരാം. Luna's Comedy Super Night powered by Gopu Nandula G-Mart co-presented by Kylie TMT Steel Bus ഒരു ചെറിയ ഇടവേളയാണ് ഇനി. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കെന്തിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. കാർത്തിക് നടന്നോളൂ. ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏയ്, ചോദ്യോത്തര പങ്ക്തി കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. Welcome back to Luna's Comedy Super Night powered by Gopu Nandula G-Mart co-presented by Kylie TMT Steel Bus. ഇനി വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ദാ രണ്ടുപേരുണ്ട്. അതിൽ ഒരാളുടെ വിശേഷം ഏകദേശമൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മറ്റൊരാളുടെ വിശേഷം അറിയാനുണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ പ്രിയ ലാൽ, അതുപോലെ തന്നെ സ്വാസിക. രണ്ടുപേരും ഇങ്ങ് പോന്നേക്കും. അങ്ങനെ രണ്ട് പ്രതിഭകളും ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയലാൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുരേഷേട്ടാ, സുരേഷേട്ടന്റെ വിശേഷങ്ങളൊക്കെ പറയും. ഇപ്പൊ എന്താണ് വിശേഷം എന്ന് പറയാൻ? വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്താണ് താമസം, ഒരു വീട്ടിലല്ല. അതെ, ഞങ്ങള് നെയ്ബേഴ്സ് ആണ്. അതെ. അപ്പൊ ലിവർപൂളിൽ പഠിച്ചിട്ടുണ്ട്. യെസ്, ലിവർപൂളിലാണ് പഠിച്ചത്. പഠിച്ചതെല്ലാം അവിടെയാണ്. അപ്പൊ ഇത് എനിക്ക് ഞാൻ ചോദിക്കട്ടെ, എത്ര ഭാഷ അറിയാം? എനിക്ക് ഒരു ഭാഷ അറിയാം. മലയാളം അറിയാം. ഭാഷ എനിക്ക് കൊള്ളാലോ.
അല്ല പറയ് എത്ര ഭാഷ എനിക്ക് ഈ ഭാഷ അറിയത്തില്ല. എനിക്ക് മലയാളം അറിയാം, തമിഴ് അറിയാം, തെലുങ്കു അറിയാം, കുറച്ച് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ്, തെലുങ്ക് അറിയോ? തെലുങ്ക് അറിയാം. തെലുങ്ക് അറിയോ? അവിടെ പോയി ഓക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നോ? എനിക്ക് തെലുങ്ക് അറിയില്ല, അതല്ലേ കുഴപ്പം. തെലുങ്ക് ആർക്കറിയാം? ഇപ്പൊ നമുക്ക് ചമ്മിക്കാന്ന്. തെലുങ്ക് കേട്ടാ അറിയാം. മനസ്സിലാവും. അപ്പൊ നമ്മള് തെലുങ്ക് അതെ, അതെ, എന്തെങ്കിലും പറ, നമുക്ക് കേട്ടാ മനസ്സിലാവില്ല. കേട്ടാലൊക്കെ അതെ മനസ്സിലാവും. ഓക്കെ. എല്ലാവർക്കും പേരെന്താണ്? അല്ല, എല്ലാരും ఎలా ఉంది మీరు బాగున్నారా? കഴിച്ചോ? అల్ల ఎంతోంది സുഖാണോന്നല്ലേ? నాకు ఇక్కడ చాలా సంతోషంగా ఉంది ఇప్పుడు ఈ రోజు. చాలా సంతోഷം, ഒരുപാട് ഭയങ്കര സന്തോഷമുണ്ട്. ഓ അറിയാം, ആൾക്കറിയാം. ആ കറക്റ്റ്. చాలా సంతోషం എന്ന് പറഞ്ഞാൽ മീൻ കഴിച്ച സന്തോഷം. ചാല എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാളയല്ല, ചാള സന്തോഷം. അല്ല നല്ല ചാളയാണ്, എപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് നല്ല ചാളയാണ്. చాలా సంతోషం. നല്ല നല്ല మీనాണ് చాల. అందరికీ నమస్కారం. అబ్బా అది అందరికీ నమస్కారం. నాకు చాలా సంతోషంగా ఉంది ఇప్పుడు ఈ రోజు ఈ స్టేజ్ లో సురాజ్ గారు. എന്റെ ദൈവമേ മതി, ഒരു ശകലം പറഞ്ഞപ്പോ അങ്ങ് വാരി അങ്ങ് ഇടയാണ്. നിങ്ങൾ ബൈക്ക് ഓടിച്ചൊരു കഥ ഉണ്ടല്ലോ, ഒരു അതെന്തായിരുന്നു? ബൈക്കുണ്ട്. ഓ ആ ബൈക്കിൽ നിന്ന് വെട്ടില്ലേ എന്റെ അമ്മേ. ഓരോ കാര്യം പറഞ്ഞ് ഞങ്ങള് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരു ബൈക്ക് ഓടിക്കേണ്ടി വന്നു. അതെന്താണ് കാര്യം? നിങ്ങള് നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങള് ചെന്നൈയിൽ ഷൂട്ടിന് പോയപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിച്ചു. അപ്പുറം ഇപ്പുറം മുറിയിൽ താമസിച്ച് പരിചയം. പിന്നെ നമ്മൾ ഒരു പ്രോഗ്രാമിനുണ്ടായിരുന്നു അല്ലേ? പ്രോഗ്രാമിനുണ്ടായിരുന്നു. ഒരു ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഈ ബൈക്ക് ബൈക്ക് ഓടിക്കുന്നതിന്റെ കാര്യം ഞാൻ തമിഴ് മൂവി ഒരെണ്ണം ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്തു. അപ്പൊ അതിനോട് പറഞ്ഞു പ്രിയ ഇതിന്റെ ഇൻട്രോ സീൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ. അപ്പൊ പിന്നെ പക്ഷെ പ്രിയ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നു. പറഞ്ഞു എന്ത് ബൈക്ക് ഓടിക്കാൻ പഠിക്കും. അപ്പൊ ഞാൻ തെങ്കാശിലെ പിള്ളേരൊക്കെ ബൈക്ക് ഓടിച്ചെടുക്കുക കൊള്ളാലോ, ട്രെൻഡ് പറയില്ല. എന്നാലും ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടം, ചാലഞ്ചസ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില്ല. അപ്പൊ ഞാൻ പോയി എന്നും 5 മണിക്ക് എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് പോകുമ്പോ ഒരാള് ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് വരാട്ടോ, ഞാൻ വൈകുന്നേരം തെറ്റ് ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോ കരിഞ്ഞു പൊരിഞ്ഞു വന്നപ്പോ നല്ല വെളുത്ത് തുടുത്തിരുന്ന, പിന്നെ ലാസ്റ്റ് ബൈക്ക് ഓടിച്ച ആള് കരിഞ്ഞു പൊരിഞ്ഞു പോയി. അതില് നല്ലൊരു സന്തോഷം തോന്നി അല്ലേ? കാര്യം തമിഴിൽ എന്റെ ചാൻസ് പോവോ? അവള് വെളുത്ത് വരുന്നു. ഞാൻ അല്ലല്ല, പിറ്റേന്ന് ഇവള് ഡെയിലി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും, നീ ഇന്നും പോണേ ബൈക്ക് ഓടിക്കാൻ. ഞാൻ ചോദിക്കും വെറുതെ റൂമിലിരിക്കുക. അപ്പൊ ചോദിച്ചു എന്താ ഇന്ന് പോവാത്ത ബൈക്ക് ഓടിക്കാൻ? ഇപ്പോഴല്ലേ മനസ്സിലായത്. ഈ പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു പഠിക്കാൻ വേണ്ടി. അപ്പം 5 മണിക്ക് എഴുന്നേറ്റിട്ട് എന്ന് ഇത് പഠിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം അവര് പറഞ്ഞു കംപ്ലീറ്റ് പ്ലാൻ മാറ്റി. പ്രിയ ബൈക്ക് അല്ല കേട്ടോ, സ്കൂട്ടിയാ. എന്ത് സ്കൂട്ടിയാ? എനിക്ക് അവസാനം ആകെ കൺഫ്യൂഷനായി എന്താണെന്നുള്ളത്. പിന്നെ അവസാനം ശരിക്കും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. പാട്ട് പാടില്ലേ? പാടും പാടും പാടും. കുഴപ്പമില്ല. പാട് വിടുവോ? ഇവിടെ പാടും, നന്നായി പാടും. ഞാൻ റൂമിലേക്ക് ഇടയ്ക്ക് ഇരിക്കുമ്പോ പാട്ടൊക്കെ പാടാറുണ്ട്. ആണോ? നല്ല മലയാളം മലയാളം. അവര് ബോറടിക്കണം, അത്രേ ഉള്ളൂ. ശബ്ദം ഈ വോയിസ് കേട്ടപ്പോ വെണ്ണീല ചന്ദന അത് പറ്റിയ വോയിസ് അല്ലേ? അതൊന്ന് പഠിക്കോ. റെഡി? വെണ്ണീല ചന്ദന കിണ്ണം പൊന്നമടക്കായലിൽ മീനെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കൂടെ ഒരുക്കാൻ വാ. കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. മാങ്ങ കടിച്ചു നടക്കാം, ആറ്റിൻ പാദസ്വരങ്ങൾ കേൾക്കാം, കൈലി മഞ്ചാടി കുഞ്ഞിലേരാ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണ് കുഞ്ഞിലം കയ്യിൽ മെല്ലെ കൂടെയൊരുക്കാൻ വാ. കറക്റ്റ്. അവിടുന്ന് വിസിൽ വന്നതുണ്ടോ?
സുരാജ് ചേട്ടാ, അപ്പൊ എന്തായാലും രണ്ട് നല്ല കലാകാരികളെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. ഇവര് മത്സരിച്ചാണ് ഇവരുടെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഒരു ഡബ് സ്മാഷ് കൊടുക്കാം. അടിപൊളിയായിട്ട് മത്സരിച്ച് അഭിനയിക്കട്ടെ. ഏതാ കൊടുക്കാം? നമുക്ക് നന്ദനത്തില് മുകേഷ് ചേട്ടന്റെ അമ്മയുണ്ടല്ലോ, വിജയകുമാരി അമ്മയും മീനാ ഗണേഷ് അമ്മയും, രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച ഒരു സീൻ ഉണ്ട് അതില്. ഒരു വെള്ളം കൊടുക്കാൻ, എന്താ വെള്ളം കോരാൻ പറഞ്ഞ അതെ, അപ്പൊ അതുപോലെ മത്സരിച്ച് അഭിനയിക്കുക. ആ സീനിൽ അവർ മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് മാറിയേക്കാം, നിങ്ങൾ മത്സരിച്ച് അഭിനയിച്ചോ. റെഡി, സൗണ്ട് റെഡി. പാറുട്ടിമെങ്ങടാ മറപ്പറി പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കുക. തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു എന്ന് വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്ന് അങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക, കാർത്തേക്ക് നടന്നോ. ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏയ്, ചോദ്യോത്തര പങ്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നോളൂ. സത്യ, ആ സിനിമയിൽ കണ്ടതുപോലെ തന്നെ ഒരു മത്സര അഭിനയമായിരുന്നു ഇവിടെയും കാഴ്ചവെച്ചത്. 3 പേര് തകർത്തു കേട്ടോ. Luna's Comedy Super Night powered by Gopu Nandula G-Mart, co-presented by Kairli TMT Steel Bus. ഒരു ചെറിയ ഇടവേളയാണ് ഇനി. കടക്ക് പുറത്ത് കടക്ക് പുറത്ത് മലരേ അച്ഛന് സ്നേഹം കൂടുമ്പോ ഇങ്ങനെ പിടിക്കും. ഇത്തിരി കൂടി വാത്സല്യം തോന്നുമ്പോ ഒരു മെഗ കൊടുക്കാം. പറഞ്ഞാ പിന്നെ യുദ്ധം കല്ല് കൊത്താനുണ്ടോ? കല്ലുണ്ടോ? കഴിഞ്ഞ കഥകളെല്ലാം എനിക്കറിയാം. നീ കരുതുന്നത് പോലെ ഞാൻ പഴയ ഉദയനല്ല. ഞാൻ സുനിൽ സുഗതയാണ്. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. പാറുട്ടിമെങ്ങടാ മറപ്പറി പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കുക. തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു എന്ന് വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്ന് അങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക, കാർത്തേക്ക് നടന്നോ. ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഏയ്, ചോദ്യോത്തര പങ്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നോളൂ. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. Welcome back to Luna's Comedy Super Night powered by Gopu Nandula G-Mart, co-presented by Kairli TMT Steel Bus. പ്രിയലാൽ, ഇപ്പോ പുതിയതായിട്ട് ചെയ്ത പടം ഏതാണ്? പുതിയ ചെയ്തത് ഈ പടത്തിൽ എല്ലാരും ശ്രദ്ധിച്ചോണം. ഇതിന്റെ ടൈറ്റിൽ ഭയങ്കര നീളമുള്ള ഒരു ടൈറ്റിലാണ്. ലോർഡ് ലിവിങ്സ്റ്റോൺ 7000 കണ്ടി എന്നാണ് പടത്തിന്റെ പേര്. എന്റെ അമ്മോ. അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് LL7K. അതന്നെ. അനിൽ രാധാകൃഷ്ണൻ മേനോൻ. അനിൽ രാധാകൃഷ്ണൻ മേനോന്റെ എല്ലാ പടങ്ങൾക്കും ഇതുപോലെ തന്നെയാണ്. വേറൊരു പടമുണ്ട്, പടം കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കണ്ടു. ആരുടെ പടം? പൃഥ്വിരാജിന്റെ ആ പടം കണ്ടു. ഏതാ പടം? മറ്റേ കള്ളന്റെ പടം ഉണ്ടല്ലോ, ഏതാന്ന്? അതെ, ആ പേര് പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. സപ്തമശ്രീ തസ്കര. അതുപോലെ തന്നെ ഇപ്പൊ എന്ത് കണ്ടിന്ന്? ലോർഡ് ലിവിങ്സ്റ്റോൺ 7000 കണ്ടി. ആ, പിന്നെ ശ്വാസിക, പൂജ. അയ്യോ, പിന്നെ സത്യ ഈ പേരുണ്ടല്ലോ പൂജ. അങ്ങനെ ഞാൻ പറഞ്ഞോട്ട് കുറച്ചു നേരം. സ്വാസിക, പൂജയുടെ വിശേഷങ്ങൾ പറയൂ. എന്റെ വിശേഷം എന്താ, ഞാനിങ്ങനെ TV പ്രോഗ്രാംസും ആങ്കറിങ് സീരിയൽ അതൊക്കെ ആയിട്ടൊന്ന് ചെയ്യുന്നു. ഡാൻസിന്റെ പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ മൂവീസ് നമ്മൾ ഇപ്പൊ പറയാൻ പാകത്തിനൊന്നും അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല, വന്നുകൊണ്ട് ഇങ്ങനെ പയ്യെ പയ്യെ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സ്വാസിക മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് അത് സ്വാസികയെ തേടി എത്തട്ടെ. അതുപോലെ തന്നെ താങ്കളെയും തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഷോയിൽ പങ്കെടുത്തതിന് 2 പേരോടും, സ്വാസികയോടും പ്രിയലാലിനോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ വെച്ച് പറയുന്നു, ഇനി ചെന്നിട്ട് നല്ല കിടിലൻ സിനിമകൾ, നല്ല ക്യാരക്ടറുകൾ നിങ്ങളെ തേടിയെത്തും. അതിനുശേഷം നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഉറപ്പായിട്ടും വരണം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇത്ര നല്ലൊരു ഷോ സുരാജേട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. സുരാജേട്ടനെ പോലെ വലിയൊരു കലാകാരന്റെ മുൻപിൽ, പിന്നെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഈ ഒരു സ്റ്റേജിൽ, ഈ സെറ്റില്
എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊട്ടാരത്തിലെ നിൽക്കുന്ന രാജ്ഞിക പോലെ തോന്നുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ്, നല്ലൊരു പ്രോഗ്രാം. ഇതിൽ വന്നിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ പാട്ടും ഡാൻസും എല്ലാം ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹം ഒക്കെ ഉണ്ടാവണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സ് ഞങ്ങൾക്ക് വേണം. താങ്ക് യു സോ മച്ച്. Thank you. Luna's Comedy Super Night powered by Gopu Nandula Gmart, co-presented by Kairli TMT Steel Busന്റെ ഒരു മനോഹരമായ എപ്പിസോഡ് അവിടെ പര്യവസാനിക്കുകയാണ്. പര്യവസാനിച്ചിട്ടില്ല. വീണ്ടും നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി പ്രണയാർദ്രമായ ഒരു ഹിന്ദി ഗാനത്തോടെ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും. റെഡി? मैं तैनू समझावा कि ना तेरे बिना